രണ്ട് ചെറുപ്പക്കാർ, ഹൈന്ദവരായ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് സഹോദരങ്ങൾ. അവരുടെ പേര് സച്ചിൻ എന്നും ഗൗരവ് എന്നുമാണ്. ഒന്നാദ്യം പറയട്ടെ, UP രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്കറിയാം, അവിടെയുള്ള ജാട്ടുകളും മുസ്ലിങ്ങളും എന്ന് പറയുന്നത് ഭായി ഭായി എന്നറിയപ്പെടുന്നവരാ. അതായത് ഞാൻ ആത്മാഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള മലപ്പുറത്തെ മുസ്ലിങ്ങളും ഈഴവന്മാരും ഏത് രൂപത്തിലാണോ സൗഹൃദത്തിൽ കഴിയുന്നത്, അതുപോലെ സൗഹൃദത്തിൽ കഴിയുന്നവരായിരുന്നു UPയിലെ ജാട്ടുകളും മുസ്ലിങ്ങളും. അതുകൊണ്ട് തന്നെ 992 ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് രാമക്ഷേത്രത്തിന്റെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് പോലും UPയിൽ സംഘപരിവാര രാഷ്ട്രീയത്തിന് വേണ്ടത്ര സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മുസഫർ നഗറിൽ സംഭവിച്ചത് സച്ചിനും ഗൗരവും തമ്മിൽ അവിടെയുള്ള ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനും ഷാനവാസ് ഖുറേഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു. ആ ബൈക്ക് ആക്സിഡന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചിനും ഗൗരവും കൂടി അന്ന് രാത്രി പോയിട്ട് ഷാനവാസ് ഖുറേഷി എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് അയാളെ വിളിച്ചിറക്കിയിട്ട് കുത്തിക്കൊല്ലുന്നു. അങ്ങനെ അയാൾ മരണപ്പെട്ടു. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള സംഘട്ടനവും കൊലപാതകവും UPയിലെ മുസഫർ നഗറിലും നടന്നു. പക്ഷേ അവിടെ ചില ആളുകൾ ഗുജറാത്തിൽ നിന്ന് പോയിട്ട് അവിടെ ഇടപെട്ടു. എന്താ കാരണം? സച്ചിന്റെയും ഗൗരവിന്റെയും പെങ്ങളെ ഈ ഷാനവാസ് ഖുറൈശി എന്ന് പറയുന്ന മനുഷ്യൻ പരിഹസിച്ചു, അവളെ പീഡിപ്പിച്ചു. അതിന്റെ പേരിലാണ് കുഴപ്പമുണ്ടായത്. അവിടെ ജാട്ട് വിഭാഗത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല, അവരെ മുസ്ലിം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. വ്യാപകമായ പ്രചരണം അഴിച്ചു വിട്ടു എന്ന് മാത്രമല്ല, 2010 പാകിസ്ഥാനിൽ വെച്ചുണ്ടായ ഒരു സംഘട്ടനത്തെ കുറെ ആളുകൾ കൂടിയിട്ടൊരു ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുന്ന ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്താ അത് മുസഫർ നഗർ പ്രദേശത്ത് ഒരു ഹിന്ദു ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ മുസ്ലിങ്ങൾ കൂടി നിന്നുകൊണ്ട് ആക്രമിച്ച് കൊല്ലുന്നു. ഈ ചിത്രം പുറത്തുവിട്ടു. സംഭവം എന്താണ്ടായി അറിയോ? ലവ് ജിഹാദ് എന്ന് പറയുന്ന കള്ളക്കഥ വ്യാപകമായി പ്രചരിപ്പിച്ചു. UPയിലുടനീളം ലവ് ജിഹാദിന്റെ കഥകളായി. അവിടെ നിന്ന് ഇത്ര പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, ഇവിടെ നിന്ന് ഇത്ര പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. ഇത് ജാട്ട് മുസ്ലിം വിഭജനത്തിന് കാരണമായി. അങ്ങനെയാണ് 2014 തെരഞ്ഞെടുപ്പിൽ 80-ൽ 71 സീറ്റും സംഘപരിവാര ശക്തികൾക്ക് കിട്ടുന്നത്. എന്തിനാണ് ഇസ്ലാമോഫോബിയ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആർക്കും അഭിപ്രായമില്ല. ഇസ്ലാം മാനവികതക്കെതിരാണെന്ന് ആർക്കും അഭിപ്രായമില്ല. പിന്നെ എന്തേ ഉള്ളൂ? തങ്ങളുടെ അധികാര കസേര എളുപ്പമാക്കണമെങ്കിൽ അതിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണം ആവശ്യമാണ്. അതിനാണ് ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നത്. UPയിൽ ബാബരി മസ്ജിദ് പൊളിച്ച കാലഘട്ടത്തിൽ പോലും സ്വപ്നം കാണാൻ സാധിക്കാതിരുന്ന മുന്നേറ്റം മുസഫർ നഗറിലെ ഒരു പെൺകുട്ടിയെ ആസ്പദമാക്കിയിട്ടുള്ള കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോ സംഘപരിവാര ശക്തികൾക്ക് സാധിച്ചു. ഇസ്ലാമോഫോബിയയുടെ, മുസ്ലിം വെറുപ്പിന്റെ ഒന്നാമത്തെ പ്രതി ഭരണകൂടമാണ് എന്നത് നിസ്സംശയം പറയാൻ കഴിയും. 2002 ഒരു ട്രെയിൻ ആക്രമണം ഉണ്ടായി. UPയിൽ നിന്ന് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പൂർണ്ണഹൂതി മഹായജ്ഞം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സബർമതി എക്സ്പ്രസ്, ആ സബർമതി എക്സ്പ്രസിന്റെ 2 ബോഗികൾ തീപിടിച്ച് 59 ആളുകൾ മരിച്ചു. നാനാവതി കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു കാരണവശാലും ആ ട്രെയിനിലേക്ക് പുറത്തു നിന്ന് ഒരു തീവെപ്പ് അക്രമം ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. ആ ട്രെയിനിന് തീപിടിച്ചത്
ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചു. എങ്ങനെ? 59 ആളുകളുടെ മൃതദേഹം നിരത്തിക്കടത്തിയിട്ട് പറഞ്ഞു, ഇന്ത്യ അപകടത്തിലാണ്, ഇസ്ലാമിക ഭീകരവാദികൾ നമ്മുടെ കർസേവകന്മാരെ ചുട്ടുകൊന്നിരിക്കുന്നു, പ്രതികരിക്കൂ. ആരാ പറയുന്നത്? ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അഴിഞ്ഞാടാൻ അവസരം കൊടുത്തു. ഫലമെന്താ? ഗുജറാത്തിൽ ഇന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വപ്നം കാണാൻ കഴിയാത്ത രൂപത്തിൽ ഗുജറാത്തിനെ പാകപ്പെടുത്തിയെടുത്തു. ആരാ ഇസ്ലാമോഫോബിയയുടെ ഗുണഭോക്താക്കൾ?